അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഗ്ഫിറത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹല്ലി 2-ാം വാല്യം, പേജ് നമ്പർ 6. വഖീല, ഇനി പറയപ്പെട്ടു, യതഅയ്യനു തഹ്സീലു ശഖ്സിൻ ബിന്ത് മഖാദ് ബിന്ത് ലബൂനി ഹിഖ, അതിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൻ്റെ ഷിക്സിന് കരസ്ഥമാക്കണം ബിഹി ആ തഫാവത്തിൻ്റെ കഥ കൊണ്ട്. മറിച്ച് നേരത്തെ പറഞ്ഞ മാതിരി ദിർഹം കൊടുത്താൽ പോരാ. അതിന് ഇപ്പോൾ ഈ തഫാവത്തിൻ്റെ കഥറിന് എത്ര ആണോ ബിന്ത് ലബൂന് അല്ലെങ്കിൽ ഹിക്ക കിട്ടുക അത്ര വാങ്ങി കൊടുക്കണം എന്നൊരു ഖീല. വാല ഹാദ, ഈ ഷിക്സ് ഹാസിലാക്കി കൊടുക്കണം, ദിർഹം കൊടുത്താൽ പോരാ എന്നുള്ള ഈ ഖീല പ്രകാരം യക്കൂനു, ആ ഹാസിലാക്കി കൊടുക്കുന്ന ഷിക്സ് ആകണം പിന്നെ ലാഹബത്തി, ഫക്കീർ മിസ്കിന്മാർക്ക് ഏറ്റവും ഉപകാരമുള്ളത് ഏതാണോ അതെന്നാവണം. ഈ എന്നൂൽ അസ്ലു, കാരണം അവർക്ക് എന്താണോ ഉപകാരമുള്ളതെങ്കിൽ അതാണല്ലോ അസ്ലി, ഇപ്പോൾ അസ്ലെന്നാവണം. വഖീലാനി പറയപ്പെട്ടു, അഹബത്ത് എന്നല്ല മറച്ചുമിൽ മുഖ്റജി, എന്താണോ നേരത്തെ പുറപ്പെടുവിക്കപ്പെട്ടതെങ്കിൽ അതിനാകണം. അപ്പോൾ നേരത്തെ നമ്മൾ ഉദാഹരണത്തിൽ പുറപ്പെടുവിച്ചത് 4 ഹിക്കനായിരുന്നല്ലോ. അപ്പോൾ ഹിക്ക എന്നുള്ള ഷിക്സാണ് കൊടുക്കേണ്ടതെന്ന് ഖീല. എന്താ അങ്ങനെ മുഖ്റജ് എന്നാണെന്നുള്ളതും കാരണം ഈ അല്ലായ അള്ളാ, അല്ലെങ്കിൽ ഈ മുഖ്റജ് അല്പാൽപമാകുമല്ലോ. നേരത്തെ കൊടുത്തത് ഹിക്ക, ഇനിയിപ്പോൾ ഷിക്സ് കൊടുക്കുന്നത് അഹബത്താകുന്ന ബിന്ദുലബൂനായാൽ കുറച്ച് ബിന്ദുലബൂനും കുറച്ച് ഹിക്കയായിട്ട് ഇങ്ങനെ തബഉലാവും, അതില്ലാതിരിക്കാൻ വേണ്ടി. വഖീലാനി പറയപ്പെട്ടു, യതഖയ്യറു, ഈ 200 ഒട്ടകത്തിൻ്റെ മുതലാളിക്ക് ഇഷ്ടം പ്രവർത്തിക്കുക ബൈനഹുമ, ഈ തഫാവത്തിൻ്റെ കതിർ കൊടുക്കുമ്പോൾ ആ ഷിക്സ് ഹാസിലാക്കുന്നത് അത് അഹബത്ത് നിന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, മുഖ്റജ് നിന്നാണെങ്കിൽ ആ രണ്ടിനും ഇഷ്ടം പോലെ ചെയ്യാമെന്ന്. ഫിൽ മിസാലിൽ മുത്തഖദ്ദിമി, അപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ അതാ 200 ഒട്ടകം ഒരാളെ കയ്യിലെടുത്ത് ഓൻ്റെ അടുക്കൽ പിന്നെ 4 ഹിക്കുണ്ട്. ഈ ബിന്ദുലബും കൊടുക്കുകയാണെങ്കിൽ 5 ബിന്ദുലബും കൊടുക്കണം, അവൻ്റെ അടുക്കല്ലോ, അവൻ്റെ അടുക്കൽ 4 ഉള്ളൂ. എന്നിട്ട് ആ 4 ഹിക്കനാണ് എടുത്തത്. ആ ഹിക്കാണെങ്കിൽ വില 400 ദിർഹമേ ഉള്ളൂ. ബിന്ദുലബൂനൊക്കെയാണെങ്കിൽ 450 ഉണ്ടാകുകയും ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ അഹബത്ത് ബിന്ദുലബൂനാണല്ലോ. ആ ഉദാഹരണത്തിൽ യുഹ്രിജു, ഈ മുതലാളി 200 ഒട്ടകത്തിനുള്ള ആൾ പുറപ്പെടുവിക്കണം ഹംസത്ത അത്സായി ബിന്ദുലബൂനിൻ, ഒരു ബിന്ദുലബൂൻ്റെ 5 തുസുകൾ. അപ്പോൾ ഒരു ബിന്ദുലബൂവിനെ 9 ഊരി വെച്ചിട്ട് അതിൽ 5 ഊരികൾ. കാരണം നേരത്തെ നമ്മൾ പിന്നെ കഴിഞ്ഞ ഉദാഹരണത്തിൽ പറഞ്ഞത് 5 ബിന്ദുലബൂ കൂടെ, ഈ 5 ബിന്ദുലബൂവിൻ്റെ വില 450 നീ പറഞ്ഞത്. 450 ആകുമ്പോൾ 5 എണ്ണത്തിന് 450 ആകുമ്പോൾ ഒന്നിൻ്റെ വില 90 അല്ലേ വരിക? ഒന്നിൻ്റെ വില 90 വരും. ഇവിടെ ഇപ്പം തഫാവത്തിൻ്റെ കതിർ നമ്മൾ പിന്നെ 50 എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ 90നെ 9 ഊരി വെച്ചാൽ ഒരു ഊരിയിൽ 10 ഉണ്ടാവും. അതിൽ 5 10 ഉണ്ടല്ലോ ഈ 50ൽ. അപ്പോൾ പ്രകാരം 5 തുസ് കൊടുക്കണം. വഖീലാനി പറയപ്പെട്ടു, നിസ്ഫ ഹിക്കത്തി, ഹിക്കൻ്റെ പകുതിയാണ്, അത് മുഖ്റജ് എന്നാന്നുള്ള പ്രകാരം. കാരണം പുറപ്പെടുവിച്ച് 4 ഹിക്കാണല്ലോ. അപ്പം തഫാവത്തിൻ്റെ കതിർ 50 ഉണ്ട്. അപ്പോൾ ഒരു ഹിക്കക്ക് പാടെ വില വരുന്നത് 4 ഹിക്ക കൂടി 400 ആകുമ്പോൾ ഒരു ഹിക്കക്ക് 100 റുപ്യ വരുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ തഫാവത്തിൻ്റെ കതിർ 50 ദിർഹമാകുമ്പോൾ 50ന് അരഹിക്കാണ്ട് കൊടുക്കണം, അവിടെ അരഹിക്ക കൊടുക്കണം. വഖീലാനി പറയപ്പെട്ടു, യതഖയ്യറു ബൈനഹുമ, ഓന് ഇഷ്ടം പ്രവർത്തിക്കാം. ഒന്നുകിൽ ബിന്ദുലബൂൻ്റെ 5 തുസ് കൊടുക്കുക, അതല്ലെങ്കിൽ ഒരു ഹിക്കൻ്റെ പകുതി കൊടുക്കുക എന്ന്. വയസ്രിഫു ദാലിക, അതിനെ മുപരി വിതരണം ചെയ്യേണ്ടത്, മുതലാളി വിതരണം ചെയ്യേണ്ടത് സക്കാത്ത് വിൽപ്പിക്കാൻ വേണ്ടിയാണ് ഉദ്യോഗസ്ഥൻ്റെയൊക്കെ കൊടുക്കേണ്ടത്. വഫീ ഇഖ്റാജി ദറാഹിമി, എന്നാൽ ഈ തഫാവത്തിൻ്റെ കഥയാകുന്ന 50 ദിർഹം ഉണ്ടല്ലോ, അത് പുറപ്പെടുവിക്കുന്ന വിഷയത്തിൽ ഖീല പറയപ്പെട്ടു, ലാ യജിബു സർഫുഹ, ആ ദറാഹിമിനെ വിതരണം ചെയ്യൽ നിർബന്ധമല്ല, ഇനി അത് ഉദ്യോഗസ്ഥൻ്റെയൊക്കെ തന്നെ കൊടുക്കണമെന്നില്ല. എന്താ കാരണം? ഈ അന്നഹ, കാരണം ഈ ദറാഹിമ് എന്നുള്ളത് ഇങ്ങനെ അംവാലിൽ ബാത്തിനെത്തി, അത് മൃഗങ്ങളെ മാതിരി ലാഹിറായ സ്വത്തല്ലല്ലോ. ലാഹിറായ സ്വത്തിൻ്റെ സക്കാത്തല്ലേ സായിക്ക് കൊടുക്കേണ്ടതുള്ളൂ. ഇത് ബാത്തിനായ സ്വത്താണല്ലോ, സ്വർണ്ണ വെള്ളികൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അവർ കൊടുക്കണ്ടെന്ന് ഖീല. വല്ല അസുഖ ഖീല, അങ്ങനെയാണെങ്കിലും പ്രബലമായ അഭിപ്രായം റൗദയിൽ അസുഖ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടതാകുന്നത് ഉജൂബു സർഫിഹ, ഈ ദിർഹം 50 ദിർഹം എന്നുള്ള തഫാവത്തിൻ്റെ കതിറിനെ കൊടുക്കൽ നിർബന്ധമാണെന്നാണ് ഇലഹി. അത് സായിലേക്ക് തന്നെ കൊടുക്കണം, ഫുഖറാ മിസ്കീന് കൊടുത്താൽ പോരാ. എന്താ? ഇത് ലാഹിറല്ല, ബാത്തിനായ സ്വത്താണ്, എന്നിട്ടും സായിലേക്ക് കൊടുക്കണം എന്ന് പറയാൻ കാരണം ഈ അന്നഹ,
കാരണം ഈ 50 ദിർഹം എന്നുള്ളതായിരിക്കുന്ന ഈ തഫാവുത്തിൻ്റെ കതിർ ജുബ്രാനുല്ലാഹിരി ലാഹിറത്തായ സ്വത്താണല്ലോ മൃഗം, അതിൻ്റെ ജുബ്രാനായിട്ട് അതിനെ പരിഹരിക്കാൻ വേണ്ടി കൊടുക്കുന്നതല്ലേ. അതുകൊണ്ട് അത് ആ ലാഹിറായ സ്വത്ത് സായിലേക്ക് കൊടുക്കണമായി തന്നെ ജുബ്രാനും അയാൾക്ക് തന്നെ കൊടുക്കണം. അപ്പോൾ മുറാദുഹും എന്നാൽ ഫുഖാക്കളുടെ ഉദ്ദേശമാകുന്നത് ബിദ്ദറാഹിമി, ഇവിടെ ദിർഹമുകൾ എന്ന് പറഞ്ഞതിനുള്ള ഉദ്ദേശമാകുന്നത് നഖ്ദുൽ ബലദി, ആ നാട്ടിലെ നാണയം എന്നേ ഉദ്ദേശമുള്ളൂ. അത് ദിർഹം എന്നാകണമെന്നില്ല, ഇനി ചരക്കാണെങ്കിൽ അതും പെടും. കമാ സൊറഹബി ജമാഅത്തും മിൻഹും, അങ്ങനെ ഇവിടുത്തെ ദറാഹിമോട് ഉദ്ദേശം വെള്ളി നാണയം എന്നുള്ള അർത്ഥമല്ല, മറിച്ച് നാട്ടിലെ നഖ്ദെന്നാണ് എന്നതുകൊണ്ട് അസ്ഹാബിൽപ്പെട്ടതായ ഒരു സംഘം വ്യക്തമാക്കി പോലെ. വരി കസ്രത്ത് ഇസ്തിമാലിഹ, പക്ഷേ ദറാഹിമിനെ ഉപയോഗിക്കൽ അധികരിച്ച കാരണം കൊണ്ട് തജ്രി ദറാഹിം എന്നാണ് നടക്കുന്നത്. അൽ ലിസാനി, അസ്ഹാബിൻ്റെ നാവുമലൊക്കെ ദറാഹിം എന്ന് പറയുന്നതേ ഉള്ളൂ, ഉദ്ദേശം നാട്ടിലെ നഖ്ദാണ്. ഖാലഫി ഷർഹിൽ മുഹദബി, ഷർഹിൽ മുഹദബിൻ നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലസ്തിഹിബാബി തഫാവുത്തി, തഫാവുത്തിൻ്റെ കതിർ കൊടുക്കൽ നിർബന്ധമോ സുന്നത്തോ രണ്ട് അഭിപ്രായം ഉണ്ടായിരുന്നല്ലോ. അത് നിർബന്ധമല്ല, സുന്നത്തേ ഉള്ളൂ എന്നുള്ള അഭിപ്രായ പ്രകാരം ലഹു മുതലാളിക്കുണ്ട്, 200 ഒട്ടമുള്ളതായിരിക്കുന്ന ആൾക്കുണ്ട്, അയ്യുഫരിഖഹു, ആ തഫാവുത്തിൻ്റെ കതിറിനെ വിതരണം ചെയ്യലുണ്ട്. കൈഫഷ അയാൾ ഉദ്ദേശമായി പറഞ്ഞാൽ അത് ഷിക്സാക്കി തന്നെ കൊടുക്കണമെന്നില്ല, ഇനി ദിർഹമായിട്ട് അങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ നടത്തും. വലായത്തയ്യനു എന്നല്ലാതെ നിജമാകൂല ഇസ്തിഹ്ബാബിഹി, തഫാവുത്തിൻ്റെ കതിർ സുന്നത്തന്നെ ഉള്ളൂ, ആ കൗല് പ്രകാരം അങ്ങനെയാണല്ലോ, സുന്നത്തായ കാരണം കൊണ്ട് നിജമാകൂല. എന്ത് നിജമാകൂല? അഷിക്സു ബിന്ത് ലബൂന് അല്ലെങ്കിൽ ഹിക്കായി എന്നുള്ളതായിരിക്കുന്ന വിഹിതം അതിനെത്രയാണോ കിട്ടുന്നതെങ്കിൽ അത്ര കൊടുക്കൽ നിർബന്ധമല്ല ബില്ലിത്തിഫാഖ്. ഇതെല്ലാം അഭിപ്രായ പ്രകാരവും നേരത്തെ പല അഭിപ്രായങ്ങളും വന്നിരുന്നല്ലോ. മുഖ്റജിന് കൊടുക്കണം, അഹബദിനും കൊടുക്കണം, അതൊന്നും ഇവിടെ വരില്ല എന്നർത്ഥം. തത്തിമ്മത്തിൽ ഇതൊരു പൂർത്തീകരണമാണ്. ലു ഉജിത എത്തിപ്പെട്ടാൽ സലാസു ഹിക്കാക്കിൻ, അപ്പോൾ 200 ഒട്ടകളുടെ മുതലാളി കൊടുക്കുകയാണെങ്കിൽ അയാൾ എന്ത് കൊടുക്കണം? 4 ഹിക്ക കൊടുക്കണം, അല്ലെങ്കിൽ 5 ബിന്ദരവും കൊടുക്കണം. നോക്കുമ്പോൾ അയാളുടെ സ്വത്തിൽ എത്തിക്കപ്പെട്ടത് സലാസു ഹിക്കാക്കിൻ, 3 ഹിക്ക, ഒരു ഹിക്ക കുറവുണ്ട്. അപ്പോൾ അർബോ ബനാത്തിരബൂനും, ബിന്ദുരബൂനാണെങ്കിൽ 5 കൊടുക്കേണ്ടിയിരുന്നു, മുമ്പൊരിക്കൽ 4 ബിന്ദുരബൂനേ ഉള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ ഹിക്ക കൊടുത്താലും ഫുള്ള് കൊടുക്കാൻ കഴിയൂല, ബിന്ദുരബൂൻ കൊടുത്താലും ഫുള്ള് കൊടുക്കാം, എല്ലാത്തിലും ഓരോന്ന് കുറവുണ്ട്. എന്നാൽ തഹയ്യറ, ആ മുതലാളി ഇഷ്ടം പ്രവർത്തിക്കാം. ബൈനായത് ഹിക്കാക്ക, ഇപ്പോൾ അയാളെ കയ്യിൽ 3 ഹിക്കല്ലേ ഉള്ളത്, ഒരു ഹിക്കാണ്ട് 3 ഹിക്കാണ്ട് കൊടുക്കുക. പിന്നെ ഒരു ഹിക്കൻ്റെ കുറവുണ്ടല്ലോ, അതിന് ആ ബിന്ദുൽ ലബൂനി, ഒരു വയസ്സ് കുറഞ്ഞ ബിന്ദുലബൂനും കൊടുക്കുക. പക്ഷേ വയസ്സ് കുറഞ്ഞ കാരണം കൊണ്ട് ജുബ്രാനും കൊടുക്കണം, ഒന്നുകിൽ 2 ആട് അല്ലെങ്കിൽ 20 ദിർഹമാണല്ലോ ജുബ്രാന്, അതും കൊടുക്കണം. ഇങ്ങനെ കയ്യിലുള്ള 3 ഹിക്കയും ഒരു ബിന്ദുലബൂനും ജുബ്രാനും കൊടുക്കുന്നതിൻ്റെ ഇടയിലും ഇപ്പോൾ ബൈനായത് ബനാത്തിൽ ലബൂനി, ഇനി അയാളുടെ കയ്യിൽ ഇനി 4 ബിന്ദുലബൂനല്ലേ ഉള്ളത്, 5 വേണം ഇവിടെ, പക്ഷേ 4 ഉള്ളൂ, അന്ന് 4 കൊടുക്കുക. മാ ഹിക്കത്തിൻ, ഒരു വയസ്സ് കൂടിയ ഹിക്കിയാണ്ട് കൊടുക്കുക. വയ്യഹുദു, അപ്പോൾ അയാൾക്ക് ഇങ്ങോട്ട് വാങ്ങാം, ഒരു വയസ്സ് കൂടിയാണല്ലോ കൊടുത്ത ഹിക്കനെ, അതുകൊണ്ട് അയാൾക്ക് ഇങ്ങോട്ട് വാങ്ങാം, ജുബ്രാനെ ഇങ്ങോട്ട് വാങ്ങുകയും ചെയ്യുക. വലഹു, ഇനി ഈ 200 ഒട്ടകളുടെ മുതലാളി അയാളുടെ കയ്യിൽ ഒന്നുകിൽ അയാളുടെ കയ്യിൽ 3 ഹിക്കയും 4 ബിന്ദുലബൂനേ ഉള്ളൂ. അങ്ങനത്തെ 200 ഒട്ടകത്തിൻ്റെ മുതലാളിക്കുണ്ട് ദഫു ഹിക്കത്തിൻ, അയാൾക്ക് 3 ഹിക്കുകളിൽ 1 ഹിക്കനെ മാത്രം കൊടുക്കുക. മാ സലാസി ബനാത്തിലബൂനി, 4 ഹിക്ക വേണമല്ലോ, അതിന് 3 ഹിക്കൻ്റെ സ്ഥാനത്ത് 3 ബിന്ദുലബൂൻ കൊടുക്കുക. ഒരു വയസ്സ് കുറവുള്ളതിന് സലാസി ജുബ്രാനാത്തിൻ, 3 ജുബ്രാനുകളും കൊടുക്കുക. അങ്ങനെയും ചെയ്യാം. ഫിൽ അസ്ഹി, അസ്ഹ് പ്രകാരം അങ്ങനെ ചെയ്യാം. 1 ഹിക്ക കൊടുത്ത് 1 ഹിക്കയും 3 ബിന്ദുലബൂനും, ബിന്ദുലബൂൻ്റെ വയസ്സ് കുറഞ്ഞുകൊണ്ട് 3 ജുബ്രാനും കൊടുക്കുക. അപ്പോൾ മുക്കാബിലു അങ്ങനെ പറ്റൂല, അഥവാ 1 ഹിക്കയും 3 ബിന്ദുലബൂനും 3 ജുബ്രാനും കൊടുക്കാൻ പറ്റില്ല എന്നുള്ള അസ്ഹലിൻ്റെ മുക്കാബിലയാവുന്നത് യൻദുറു, അവർ നോക്കുന്നത് ഇലാ ബഖായി ബഅദുൽ ഫർളി ഇൻദഹു, അയാൾക്ക് 3 ഹിക്കുണ്ട്, എന്നിട്ട് 1 ഹിക്കല്ലേ കൊടുക്കുന്നുള്ളൂ, അപ്പം 2 അവിടെ ബാക്കിയുണ്ടല്ലോ, അപ്പം ബഅദുൽ ഫർള് ബാക്കിയുണ്ട്, അതിൻ്റെ പുറത്ത് ഇപ്പോൾ കസരത്തിൽ ജുബ്രാൻ കൂടിയില്ല, 3 ജുബ്രാനും ഉണ്ടല്ലോ, അതുകൊണ്ട് പറ്റൂല എന്നാണ്. വരൂ വജത, ഇനി 200 ഒട്ടകളുള്ളതായിരിക്കുന്ന മുതലാളി എത്തിച്ചു ഹിക്കത്തേനി ഫക്കത്ത്, 2 ഹിക്ക മാത്രമേ ഉള്ളൂ അയാളേക്കൽ, 4 ഹിക്ക വേണം, അതിൽ മുപ്പരക്കൽ 2 ഹിക്കേ ഉള്ളൂ. പിന്നെ ഫക്കത്ത് പറഞ്ഞാൽ പിന്നെ 4 നേരത്തെ പറഞ്ഞമാതിരി ബിന്ദുലബൂനും ഒന്നുമിട്ടില്ല. എന്നാൽ ഫലഹുവ 200 ഒട്ടകം ഉള്ള 2 ഹിക്ക മാത്രമുള്ളതായിരിക്കുന്ന ആൾക്കുണ്ട് അയ്യുഹ്രിജുമ, ഉള്ള 2 ഹിക്ക അങ്ങ് കൊടുക്കുക. ആ ജദത്തേനി, ഒരു വയസ്സ് കൂട്ടിയ 2 ജദത്തും കൊടുക്കുക. അപ്പോൾ യഹ്റു ജുബ്രാനിനി,
അപ്പോൾ കൊടുക്കുന്നതിന് വയസ്സ് കൂടിയോണ്ട് 2 ജുബ്രാനുകൾ വാങ്ങുകയും ചെയ്യാം സായിലേക്ക്. വരഹു ഇനി 200 ഒട്ടകം ഉള്ള 2 ഹിക്ക മാത്രമുള്ളതായിരിക്കുന്ന ആൾക്കുണ്ട്. അയ്യുഖ്രിജ 5 ബനാത്തി മഖാദിൻ, 5 ബിന്ത് മഖാദ് കൊടുക്കുക. 5 ബിന്ദുലുബൂനെയും കൊടുക്കേണ്ടത് അതയാളേക്ക് അല്ലാത്തത് കൊണ്ട് ഒരു വയസ്സ് കുറഞ്ഞ് 5 ബിന്ദു മഖാദ് കൊടുക്കുക. അപ്പോൾ അതിലെ ബനാത്തിൽ ലബൂനി 5 ബിന്ദുലബൂൻ കൊടുക്കേണ്ട സ്ഥലത്ത് 5 ബിന്ദു മഖാദ് കൊടുക്കുക. 5 ജുബ്രാനാത്തിൻ, അതിൽ 5 ജുബ്രാനും കൊടുക്കുക. ഇങ്ങനെയും ചെയ്യാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.